അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. മലപ്പുറത്തുനിന്ന് ഒരു കുടുംബം എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നു. വളരെ സന്തോഷമായി. ആ വിരുന്നുകാര അനുഭവമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ ഒരു ഉമ്മയുണ്ട്, അവരുടെ ഒരു മകനുണ്ട്, ആ മകൻ്റെ 2 ചെറിയ കുട്ടികളുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്. ഇങ്ങനെ അടങ്ങുന്ന കുടുംബമാണ്. വാപ്പ മാത്രം അതിലില്ല. ഒരു എടപ്പാളെത്തുമ്പോഴൊക്കെ വിളിക്കണത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഈ വഴി ഇങ്ങനെ വരുന്നുണ്ട്, കാണാൻ പറ്റുമോ മാഷിനെന്ന് ചോദിച്ചു. ഞാനപ്പോൾ വീട്ടിലുണ്ട്, അപ്പോൾ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് സംസാരിച്ച് നോക്കുമ്പോൾ ഈ മകന് വന്നിങ്ങനെ പറയാണ്, ഇവരുടെ ഉപ്പാരെ കുറച്ച് പ്രശ്നങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത്. ഉപ്പ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ കല്യാണം തടയണം. ഇവരാര് പറഞ്ഞാലും ഈ വാപ്പ കേൾക്കൂല. മാഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാപ്പാനോട് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പർ എങ്ങനെ കേൾക്കാനാണ്? അപ്പോഴാണ് ഇവർ പറയണത്, നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്, നിങ്ങളോട് അത്ര ഇഷ്ടമാണ്, നിങ്ങൾക്കിടക്ക് മറ്റേ മെസ്സേജുകളൊക്കെ അയക്കലുണ്ട്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആൻസറൊക്കെ എഴുതി അയക്കുന്ന ഒരാളാണ്, പക്ഷേ അദ്ദേഹത്തിന് നിങ്ങൾ ഭയങ്കര റെസ്പെക്റ്റാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നത്. അപ്പോൾ ഈ ഉമ്മയോട് ചോദിച്ചു, എന്താണ് സംഭവങ്ങൾ, കാര്യം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അദ്ദേഹം നല്ലൊരു കാലം ഗൾഫിലായിരുന്നു, നല്ലൊരു മനുഷ്യനാണ്, കുടുംബത്തും നാട്ടിലൊക്കെ വളരെയധികം ആദരവുള്ള ഒരാൾ. ഞങ്ങളിത് ഈ കുടുംബത്തിൽ സന്തോഷമായിട്ട്, എൻ്റെ 2 ആൺമക്കളുണ്ട്, പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്, പെൺകുട്ടി കെട്ടിച്ചോടത്താണ്. ഇപ്പോഴാണ് ഈ മൂത്ത മകൻ വീട് വെച്ച് വേറെ മാറി താമസിക്കാൻ തുടങ്ങിയത്. ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഒന്നിച്ച് തറവാടിൽ തന്നെ കഴിഞ്ഞിരുന്നത്. മൂപ്പര് യാതൊരു ശല്യം ആർക്കും ഉണ്ടായിരുന്നില്ല, വളരെ റാഹത്തായിട്ട് കഴിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ മൂപ്പര് രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കണേ. ഇത് എന്തായാലും നിങ്ങളത് ഒഴിവ്, നിങ്ങൾ പറഞ്ഞാൽ മൂപ്പര് കേൾക്കും. അപ്പോൾ ഈ മോൻ പറഞ്ഞു, കല്യാണം കഴിച്ചിട്ടില്ല, കഴിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറയണത് കല്യാണം കഴിച്ചിക്കണമെന്നും മോൻ പറഞ്ഞത് വാപ്പ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇന്നോട് പറഞ്ഞിക്കണത് കല്യാണം കഴിച്ചിട്ടില്ല, നോക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു പ്രശ്നമായപ്പോൾ പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് മൂപ്പര് വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവും, ഇത് ആണുങ്ങളുടെ സ്വഭാവം ശരിയല്ല, മൂപ്പര് ആരുടെയൊക്കെയോ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ വീഡിയോ കണ്ട ഒരാൾ ഇത്രയും മോശമാവുകയാണെങ്കിൽ പിന്നെ ഞാനിത് ചെയ്യുന്നതിൽ എന്താ കാര്യമുള്ളത്? ഒരു കാര്യം ഞാൻ സംസാരിച്ചാൽ മൂപ്പര് കേൾക്കും, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഉമ്മി മോനും പറയണത്, നിങ്ങളെ ഭയങ്കര കാര്യമാണ് മൂപ്പർക്ക്, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും, നിങ്ങൾ വീഡിയോയിൽ പറയുന്ന പല കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ വലിയ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും, അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവർ വിളിച്ചു, ഒന്ന് കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്, മാഷുണ്ടാവുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ലൊരു ആരോഗ്യമുള്ള നല്ലൊരു സുന്ദരനായ ഒരു മനുഷ്യൻ. മൂപ്പര് കണ്ടപ്പോൾ മൂപ്പര് നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ കണ്ട് നല്ല പരിചയമുള്ള ആളല്ലേ, അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം ഉമ്മ എന്നോട് വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ മൂപ്പര് ഈ പരിപാടി അത്ര ശരിയല്ല, ഇത് മക്കൾക്ക് തീരെ സൈക്കിൾ, 2 ആൺമക്കൾക്കും ഇഷ്ടമില്ലാത്തൊരു കേസാണ്, രണ്ടാമതൊരു പെണ്ണിട്ട ഇത് കുടുംബത്തിൽ മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കും, മക്കളെ കെട്ടിച്ചോടുത്ത പ്രശ്നങ്ങളാണ്, ഇയാൾക്ക് എന്തിൻ്റെ കുറവാണ്? ഞാൻ ഒരു കുറവ് ആ മനുഷ്യന് വരുത്തിയിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്, ഇങ്ങോട്ടും അങ്ങനെ തന്നെ കേട്ടോ, യാതൊരു പ്രശ്നങ്ങളും ഞങ്ങൾക്ക് തമ്മിൽ അടിയില്ല ഇടിയില്ല, യാതൊരു വാഗ്വാദങ്ങളില്ല. എന്നിട്ട് ഈ മനുഷ്യൻ രണ്ടാമത് പെണ്ണിട്ടിയത് വേറെ ആരോ കൊണ്ടുപോയി കുടിക്കിയതാണ്, അല്ലെങ്കിൽ ഇയാളെ സ്വത്ത് കണ്ടിട്ട് ആരൊക്കെയോ നോക്കിയ ശ്രമങ്ങളാണ് എന്നാണ് ഈ ഉമ്മയുടെ പരാതി. അങ്ങനെ ഞാൻ മൂപ്പരോട് സംസാരിച്ചു. മൂപ്പര് ഭയങ്കര കയ്യൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹത്തിലാണ് ആ കാക്ക സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഭാര്യ മക്കളൊക്കെ പറയും, നിങ്ങൾ വേറെ പെണ്ണിട്ടാകുമ്പോൾ മൂപ്പരിൻ്റെ കാലുമൊക്കെ ഒരു അടി അടിച്ചിട്ട് നല്ലൊരു ചിരിയാണ് ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല മാഷെ, ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല, കെട്ടാൻ വേണ്ടി നടക്കന്നെയാണ്, കിട്ടിയ ഇൻഷാ അല്ലാഹ് നല്ലൊരു കാര്യം ഒത്തു വന്നിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിലുണ്ടോ? രണ്ടാമത് കെട്ടാൻ പാടില്ല എന്നുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ അറിവ് പഠിച്ച ആളാണെങ്കിൽ പറയുന്നതാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ പാടില്ലായിരിക്കും, അങ്ങനെ ഇപ്പോൾ ഒരു നടക്കേണ്ട ആവശ്യം തന്നെ. ഉപ്പയോട് പറഞ്ഞു, നല്ലൊരു മഴ പെയ്യാ വിചാരിച്ചോ, നിങ്ങളൊരു കുടയിൽ ഇങ്ങനെ മഴയത്ത് പോകുമ്പോൾ നിങ്ങൾ നനയോ എന്ന് ചോദിച്ചു. അങ്ങനെ നനയൂല എന്നാണ്. കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നനയോ? ഇല്ല, 2 ആളും ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ പോകും, 3ാമതൊരാളും കൂടി ആ കുടയിൽ വന്നാൽ നിങ്ങൾ 3 ആളും നനയൂലേ എന്ന് ചോദിച്ചു. അത് നനയ്ക്കുന്നവർ തൽക്കാലം നമുക്ക് ഒന്ന് പോരെ, 3ാമതൊരാളെ കൂടി ആ കുടയിൽ കയറ്റണോ? ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളെ ഭാര്യ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് സംസാരിക്കണത്, യാതൊരു പ്രശ്നവും നിങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ അങ്ങനെ ഒരു മോശക്കാരനല്ല, അങ്ങനെ ചീത്ത കൂട്ടുകെട്ടില്ല, വേറെ ആരൊക്കെയോ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചതാണോ? അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് വല്ല ബന്ധം ഉണ്ടായിട്ട് കുടുങ്ങിപ്പോയതാണോ? നമുക്ക് എന്തായാലും പരിഹാരമാർഗ്ഗം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞ്, മാഷേ, സത്യത്തിൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ തന്നെയാണ് എൻ്റെ പ്രശ്നം. അതായത് ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു, നല്ലൊരു കാലം ഞാൻ ഗൾഫിലാണ്, ഞാൻ അവളെ ഗൾഫിൽ കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ മക്കളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് മക്കളൊക്കെ കല്യാണം കഴിച്ച് റാഹത്തായിട്ട് ജീവിക്കുന്നു. മകൾക്കാണ് ആദ്യം ഒരു കുട്ടി ഉണ്ടായത്. ആ കുട്ടി ഉണ്ടായൊരു സമയത്ത് എപ്പോഴും എൻ്റെ ഭാര്യക്ക് എൻ്റെ പേരക്കുട്ടിനെ നോക്കുക,
ആ കുഞ്ഞ് വന്നതിന് ശേഷം മകൾ എപ്പോൾ വിരുന്ന് വന്നാലും പിന്നെ എൻ്റെ ഭാര്യ ഈ കുട്ടിയുടെ കൂടെ കിടക്കുക, ഈ കുട്ടീനെ പൊന്നാരിക്കലാണ്. ഞാൻ പിന്നെ ഒരു മോളുടെ കുട്ടിയല്ല അങ്ങോട്ട് വിട്ടു. എൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ല, എൻ്റെ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണില്ല. ഞാനാണെങ്കിൽ എനിക്ക് വേണ്ട ചായ ഞാൻ ഉണ്ടാക്കും. രാവിലെ സുബഹിസ്കാരം കഴിയുമ്പോൾ ഞാൻ പള്ളിയിൽ പോകും, പള്ളിയിൽ പോയി വന്നിട്ട് ഞാൻ കടയിൽ നിന്ന് ചായ കുടിക്കലില്ല, ഞാൻ ഇവിടെ നിന്ന് ചായ ഉണ്ടാക്കും. പിന്നെ ഞാൻ തന്നെയാണ് അലക്കൽ. ഇങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും. എൻ്റെ 2 ആൺമക്കൾ കല്യാണം കഴിച്ചപ്പോൾ മൂത്തവൻ കല്യാണം കഴിച്ചിട്ട് ഓനക്ക് കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ ഭാര്യയാണ്. അറ്റ്ലീസ്റ്റ് ആ കുട്ടിയുടെ വാപ്പിയും ഉമ്മയും ഓരായി എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ബാക്കി മൊത്തം കാര്യങ്ങൾ എൻ്റെ ഭാര്യയെ നോക്കുന്നത്. കുട്ടികളൊക്കെ എടുത്തി ഉറക്കുന്നത് അവിടെയാണ്. രണ്ടാമത്തവനും കല്യാണം കഴിച്ചപ്പോൾ ഇത് തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത്തവനക്ക് ഒരു കുട്ടിയുള്ളൂ, മൂത്താമത്തവനക്ക് 2 കുട്ടികളുണ്ട്. എൻ്റെ ഭാര്യ സത്യത്തിൽ എൻ്റെ കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കാറേയില്ല. എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണെന്നാണ് അവളുടെ ധാരണ. എൻ്റെ ഒരു വിഷമങ്ങളും ഞാൻ അവളെ അറിയിക്കലില്ല. കാരണം ഒരു ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. എൻ്റെ മകൻക്കാണെങ്കിൽ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. രണ്ടാമത്തവനക്കും ഭാര്യയുണ്ട്, ഒരു കുട്ടീൻ്റെ മകളും കെട്ടിച്ചോടുത്ത് ഹാപ്പിയാണ്. എൻ്റെ ഭാര്യയാണെങ്കിൽ പേരക്കുട്ടികളുമായിട്ട് ഹാപ്പിയാണ്. ഞാൻ ഇവിടെ ഒറ്റാന്തടിയായിട്ട് ശരിക്കും ഒറ്റപ്പെട്ടു പോയി. ലൈഫ് മുഴുവനുമാണെങ്കിൽ പ്രവാസത്തിലായി. ഇവിടെ ഈ കുടുംബത്ത് വന്നു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കാനോ എന്നോട് സമയം സ്പെൻഡ് ചെയ്യാനോ ആരുമില്ലാത്തൊരവസ്ഥ. മക്കളൊക്കെ തന്നെ പേരക്കുട്ടികൾ തന്നെയാണ്. ആ പേരക്കുട്ടികളെ നോക്കേണ്ടത് ഓരോ ഉമ്മിയുപ്പിയാണ്. അവർ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് അവരുടെ അടുത്താണ്. അവർ 1-2 തവണ നമ്മുടെ കൂടെ കളിക്കാനിരുന്നാലും അവർ ഉമ്മാടി ഉപ്പടുത്ത കുട്ടികൾ വളരട്ടെ. പകരം എൻ്റെ ഭാര്യ നല്ലൊരു സമയവും എന്നെ പരിഗണിക്കാതെ എൻ്റെ പേരക്കുട്ടികളുമായിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി കിടന്നുറങ്ങുന്നത് അവരുടെ കൂടെ, ഞാൻ സെപ്പറേറ്റ് വേറെ റൂമിലാണ്. ഇത് കേട്ടപ്പോൾ ഞാനാകെ ഷോക്കായി. ഞാൻ ആലോചിക്കുമ്പോൾ ശരി, ഇപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ് എനിക്കും ഒരു കൂട്ടിന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മാഷെ. എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാൾ, സംസാരിക്കുന്ന ഒരാൾ, അല്ലാണ്ട് സെക്സ് മോഹിച്ചിട്ടല്ല. ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തി എന്നുള്ളത് നേരെ തന്നെയാണ്. കല്യാണം കഴിക്കണം എന്നൊട്ടും ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വല്ലാത്തൊരു വേദനയായിട്ട് മാറും. ഒരിക്കൽ പോലും എൻ്റെ മാറ്റങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഭാര്യയെ വിളിപ്പിച്ചു. ഭാര്യയോട് കാര്യങ്ങൾ ഭാര്യ അങ്ങോട്ട് നെഞ്ചു പൊട്ടി കരയും പോലെ കരഞ്ഞിട്ട് പറഞ്ഞു, പടച്ചോനാണ്, ഞാനൊന്നും വിചാരിച്ചിട്ടല്ല, എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഭർത്താവിൻ്റെ മാറ്റങ്ങൾ. മനസ്സിലാവില്ല. നമ്മളെപ്പോഴും നിൽക്കുന്ന നമ്മുടെ കൂടെയുള്ള ഒരാളുകളുടെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മക്കൾ 4-5 ദിവസം വിട്ടുനിന്നിട്ട് വരുമ്പോൾ അല്ല എൻ്റെ കുട്ടി ഒരുപാട് മാറിയിരിക്കണം റബ്ബേ, ആകെ ക്ഷീണിച്ചിരിക്കണമല്ലോ, എൻ്റെ കുട്ടിക്ക് അവിടെ തിന്നാനൊന്നും കിട്ടിയില്ലേ. നമ്മൾ ആ മാറ്റങ്ങൾ വേഗം അറിയും. നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ആളുകളുടെ മാറ്റങ്ങളാണ് നമ്മൾ അറിയാതെ പോകുന്നത്. നമുക്ക് ആ ഉമ്മാക്ക് മനസ്സിലായി, അത്ര പ്രായമൊന്നും അവർക്കിടയിലില്ല. പക്ഷേ തൻ്റെ അവഗണന മനഃപൂർവ്വമല്ലെങ്കിലും തൻ്റെ ഭർത്താവിനോട് ഉണ്ടായി എന്നുള്ളത് ആ ഉമ്മ തിരിച്ചറിഞ്ഞു. നമുക്ക് പേരക്കുട്ടികൾ വന്നാലും ഭർത്താവ് ഇണ എന്നുള്ളത്, ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, അതൊരു തുണയായിട്ട് മാറണം. വെറും ഇണ എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു റൊമാൻസിൻ്റെ മീനിങ് ആണെങ്കിൽ ഇണയും മാറി അവിടെ നിന്ന് അങ്ങോട്ടൊരു തുണയായി മാറണം. എവിടെ നിങ്ങൾ എപ്പോഴും കെട്ടിപ്പിടിച്ച് കിടന്നോളന്നില്ല. ഭാര്യയും ഭർത്താവും പ്രായമായാലും ഒന്നിച്ച് ഒരു റൂമിൽ കിടക്കട്ടെ, അവർ തമ്മിൽ എന്തെങ്കിലും പഴയ കാര്യങ്ങൾ സംസാരിക്കട്ടെ. പേരക്കുട്ടികളെ നോക്കേണ്ടത് ആരാ? വല്യമ്മയാണോ? അവരവരുടെ ഉമ്മയുപ്പി നോക്കണം. ആ കുട്ടികളുടെ ബാല്യം അവിടെ കിടന്ന് വളരണം. പക്ഷെ പല കുടുംബങ്ങളിലെ പ്രശ്നമാണ്. പ്രായം കണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർക്ക് ഭാര്യനെ കണ്ടുകൂടാ, ഭാര്യയ്ക്ക് ഇവരെ കണ്ടുകൂടാ. ഒരു പക്ഷേ ആർത്തവിരാമത്തിന് ശേഷം ചില പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോടുള്ള ഒരു എന്താ പറയുക, ഒരു ഒപ്പം നിൽക്കുന്ന സാമീപ്യം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. ഇത് പലപ്പോഴും ആണുങ്ങളെ വല്ലാത്തൊരു വിരക്തി ഉണ്ടാക്കും. ചില ആണുങ്ങൾ ലേശം സാമർത്ഥ്യക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും വേറൊരു കല്യാണം കഴിച്ചിട്ട് വെറുതെ നാട്ടുകാർക്ക് പറയിപ്പിക്കാൻ ഒരു കഥയായിട്ട് മാറും. ചില ആളുകൾ ഭയങ്കര ദേഷ്യക്കാരിയാവും. ചില സ്ത്രീകൾ തന്നെ ഒരു ഭയങ്കര ദേഷ്യക്കാരിയാണ് ഈ ഒരു പീരീഡ് നിൽക്കുന്ന ഒരു സമയത്ത്. ഇവിടെയാണ് ശരിക്കും നമ്മളൊരു കൗൺസിലിംഗ് ആവശ്യമുള്ളത്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ മാത്രമല്ല, പ്രായമായി കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാവുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അത് മുഴുവനിലേക്ക് പകരാം. ഒരൊറ്റ നിമിഷം മാത്രമേ അവരൊന്ന് സൗഹാർദ്ദ സംസാരത്തിന് വേണ്ടി വന്നവരാ. ആ ഉപ്പയുടെ മനസ്സ് എന്താണെന്നുള്ള അറിയാൻ ആ ഉമ്മ ശ്രമിച്ചില്ല. എന്നാൽ ആ മനുഷ്യനോ തൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പറയാൻ ശ്രമിച്ചതുമില്ല. ഫലം അവരങ്ങനെ സംസാരിക്കാതെ അകന്നകന്നു മക്കളിൽ നിന്ന് അകന്നിട്ട് വേറെ കല്യാണം കഴിക്കാൻ പോയി. ഞാൻ മൂപ്പരോട് സംസാരിച്ച് പറഞ്ഞു, നിങ്ങൾ വേറെ കല്യാണം കഴിക്കണ പരിപാടിയൊക്കെ നിർത്തി, അതിൻ്റെ ഒന്നും ആവശ്യങ്ങൾ ഇവിടെ ഇല്ല. മൂപ്പര് പറഞ്ഞു, വേണ്ട, എനിക്ക് സന്തോഷമുള്ളൊരു ലൈഫ് ഉണ്ടാക്കി തന്നെ മാഷ്ക്ക് പറ്റുമോ എന്ന് വെച്ച് ഞാൻ ഉമ്മയോട് സംസാരിച്ചു. ഉമ്മയുടെ പിഴവുകൾ മനസ്സിലാക്കി സന്തോഷത്തോടെ വാരി പുണർന്നുകൊണ്ടാണ് ആ വല്യമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഉമ്മിപ്പ് എനിക്ക് വിളിച്ചു, മാഷേ സംഗതി റാഹത്താണ്, നിങ്ങളുടെ മരുന്ന് ഫലിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മരുന്നുമില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചറിഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ
മാഷാ അല്ലാഹ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ അനുഭവം ഞാനൊന്ന് വീഡിയോയിൽ പങ്കുവെച്ചോട്ടെ എന്ന് വെച്ചു. ഒരുപാട് സന്തോഷം. ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെട്ടാൽ അതൊരു വലിയ തിരിച്ചറിവല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ വല്യുമ്മയുടെയും മലപ്പുറത്തുള്ള ഉമ്മയുടെയും ഉപ്പയുടെ അനുഭവം ഞാൻ വെച്ചത്. നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ, പ്രായമായ ആളുകളാണെങ്കിൽ അവർ തുണയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ ഒരിക്കലും അവർ നമ്മളെ കൈവിടില്ല. പ്രിയപ്പെട്ടവരുടെ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത് പലപ്പോഴും വളരെ വലിയ ദുഃഖങ്ങളിലേക്ക് ഇടവരുത്തും. ഇന്നത്തെ ചോദ്യം, പരിശുദ്ധ ഖുർആനിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിലെ മുഖ്യ വ്യാഖ്യാനം ഏതാണെന്നുള്ളതാണ്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന് ഹദീസ്, മറ്റൊന്ന് ചരിത്രം. ഇതിലേതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ മുഖ്യ വ്യാഖ്യാനം? ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.